നാളെ 4 മണിക്കകം ചെയർമാൻ എത്തേണ്ട ഡീറ്റെയിൽസുകളാ. ആരും കൃത്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല, ഒരു ഉത്തരവാദിത്വം ഇല്ല. പിന്നെ സിന്ധു കോപ്പറേറ്റീവും കിക്കും ആയതുകൊണ്ട് കാര്യങ്ങൾ നടന്നു പോകുന്നു. പ്ലീസ് ഡോണ്ട് തിങ്ക് അതർവൈസ്. സിന്ധു സർവേക്ക് പോകുന്ന ടീമിൽ നിന്നും സിന്ധുവിനെ ഞാൻ ഒഴിവാക്കി തരാം. എന്തിനാ വെറുതെ 4-5 ദിവസം ഓരോ ഡിസ്ട്രിക്ട് കയറി ഇറങ്ങി നടക്കുന്നേ? ഇങ്ങൊന്നേ, സിന്ധു ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി. ബി ഹിയർ. ശരി സാർ. ആ, തീരുമ്പോ ക്യാബിലേക്ക് കൊണ്ടുവന്നോളൂ. കറക്ഷൻ ഉണ്ടെങ്കിൽ അപ്പോ പറയാം. என்ன இன்று பூமி சுத்தி வராசை. ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. വേണ്ട വേണ്ട, ഞാൻ കൊടുത്തോളാം. എനിക്കൊരു ചാൻസാ, വല്ലപ്പോഴല്ലേ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടൂ. വിനയേട്ടാ, ഇതിനകത്ത് വിനയേട്ടന് കാര്യമില്ല. പറയണ കേക്ക്. വിനയേട്ടാ, വിനയേട്ടാ, ഇത് എന്റെ ഓഫീസ്, അത് മറക്കരുത്. സിന്ധു എന്റേതാണ്, അതും മറക്കരുത്. നീ വരണ്ട, വന്നാൽ എന്റെ കൺട്രോൾ വിട്ടുപോകും. ഒറ്റയ്ക്കാവുമ്പോ ഞാനൊരു തമാശ ആക്കി എടുത്തോളാം. മുത്തന്തരാശൈ. ഹലോ മിസ്റ്റർ വിനീൻ, പ്ലീസ് ഇറ്റ് ഡൗൺ. സിന്ധുവിന്റെ ജോലി ഇപ്പൊ തീരും. ഓഹോ, കഴിഞ്ഞോ? നാളെ ചെയർമാൻ എത്തിക്കാനുള്ളതാണ്. നല്ല ശരിക്കും കൊടുത്തു. വാ, എന്താ കേറാത്ത? എന്താ മുഖം മുറിപ്പിച്ചിരിക്കുന്നത്? ശോശാമേട്ടത്തി, താക്കോല്. എന്താ വിനയ? ഇങ്ങോട്ടിട്ടെ. വിനയ എന്താ? സിന്ധു, ഒന്നുകൂടി വേഗം വന്നേ. അവിടെ വിനീനെ സിന്ധു കൂടെ എന്തോ വഴക്ക്. അങ്ങോട്ട് ഇത് എവിടെ പോന്നു? ഞാൻ ഈ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. ആ, വേഗം വാ. നീ എന്താ ഈ വീർപ്പിച്ച് കെട്ടി നടക്കണേ? വിനേട്ടൻ എന്തിന്റെ കാര്യമായിരുന്നു? വിനേട്ടന്റെ കാര്യം നോക്കിയപ്പോ എനിക്ക് നിന്റെ കാര്യം കൂടെ നോക്കണം. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നാളെ ഓഫീസിൽ പോകുമ്പോ എല്ലാരും എന്ത് വിചാരിക്കും? മുഖത്ത് നോക്കി പറയാൻ ധൈര്യം ഇല്ലാത്തോണ്ട് ഭർത്താവിനും കൂടി വന്നു. അല്ലെങ്കിൽ മുഖത്ത് നോക്കി പറയാൻ എന്തൊരു ധൈര്യം? എനിക്ക് ധൈര്യമൊക്കെ ഉണ്ട്. എന്റെ മുണ്ട് വിനേട്ട് വെറുതെ ഒച്ച ഒന്നും എടുക്കണ്ട. വിനേട്ടൻ ചെയ്ത് തെറ്റ് തന്നെ. ഞാൻ എന്ത് ചെയ്തു? എന്തിന്റെ ഫയൽ വാങ്ങി അയാളുടെ മുമ്പിൽ പോയത്? നിന്നെ ഒന്ന് വളയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് അയാൾ നിന്നെ അധിക നേരം പിടിച്ചിരുത്തി ജോലി അയച്ച ഒരു ശൃംഗാര ശ്രമം നടത്താൻ തുനിഞ്ഞിട്ട് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നല്ലാതെ ഒരു കാര്യം നോക്കാൻ നിനക്ക് അറിഞ്ഞൂടാ. അതിനുള്ള കരുത്തുമില്ല, തന്റെ ഇടവുമില്ല. പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയാൻ പഠിക്കണം. അത് നിനക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഇടപെട്ടു. ഒരു അക്ഷരം പോലും സംസാരിക്കാതെ കാര്യം സാധിച്ചെടുത്തു. എനിക്കൊന്നും കേൾക്കണ്ട. മനുഷ്യരുടെ ഒരു ഗതി. പരസ്പരം എന്തൊരു സ്നേഹം എന്ന് പറഞ്ഞ് നാക്ക് വായിലെടുത്തിന് മുമ്പ് തുടങ്ങി ബഹളം. എനിക്ക് കൂടണം. എനിക്ക് കൂട്. എന്തിനാ ഇങ്ങനെയൊക്കെ? എങ്ങനെ വഴക്കിടുന്നേ? കൂടാൻ. എന്തിനു പിണങ്ങി? ഇണങ്ങാൻ. ഇനി ഇങ്ങനെയൊന്നും വേണ്ട കേട്ടോ. അയ്യോ, വേണ്ട കേട്ടോ. എന്നെ അത്രയ്ക്ക് സ്നേഹമാണ് എങ്കിൽ നമുക്ക് സ്നേഹിച്ച് സ്വർഗരാജ്യം വരെ പോകാം. അവിടെ ചെല്ലുമ്പോ ഒരു ദേവനെയും ദേവിയെയും കണ്ടാ സിന്ധു എന്ത് ചോദിക്കും? 1000 വർഷം വിനയേട്ടന്റെ കൂടെ ജീവിക്കാനുള്ള വരം ചോദിക്കും. എന്നാ കണ്ണു തുറന്ന് ചോദിച്ചോ.
അമ്പടി എന്താ ആഗ്രഹം. എന്നെ കെട്ടിപ്പിടി. നിങ്ങൾ രണ്ടുപേരും കൂടെ തല്ലുകൂടുന്നത് കണ്ട് രസിക്കാമെന്ന് കരുതിയാ ഞങ്ങൾ വന്നത്. അപ്പോഴേക്കും നിങ്ങൾ സ്വർഗരാജ്യം വരെ പോയി കളഞ്ഞല്ലോ. ഇപ്പൊ എന്തിനായിരുന്നു ഈ വഴക്ക്? ഇവളുടെ ഓഫീസിൽ ഒരുത്തൻ കുറെ നാളായിട്ട് ഇവളുടെ പിന്നാലെ ചുറ്റി കളിച്ചു നടക്കുക. ഞാൻ അയാളെ പോയി ഒന്ന് കണ്ടു. അതിനുണ്ടാക്കിയ ബഹള. ഉള്ളതാണോ ഈ കേക്കണേ? അതേ പേരേട്ടാ. എന്താ അയാളുടെ പേര്? എന്താ അയാളുടെ പേരെന്ന്? ശോശാമി ഇവര് പറയില്ല. നമുക്ക് ചെല്ലാം. അയ്യോ വേണ്ട നമ്പേരേട്ടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ. ഇപ്പൊ അങ്ങ് വിട്ടേരെ. ഇപ്പൊ ഞാൻ വിട്ടിരിക്കണു. പക്ഷെ അവൻ എന്തെങ്കിലും എന്റെ കൈ കിട്ടും. മിസ്റ്റർ വിനയേന്ദ്രൻ, ഞാനും ശോശാമിയും കൂടി സ്വർഗരാജ്യം വരെ ഒന്ന് പോയിട്ട് വരട്ടെ. നമുക്കൊന്ന് സ്വർഗരാജ്യം വരെ പോയാലോ? അതിപ്പോ അവര് പോയിരിക്കില്ലേ? വിനയേന്ദ്രന്റെ അൺഓർത്തഡോക്സ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് സ്റ്റൈലിനെ പറ്റി എല്ലാവർക്കും പറയാനുള്ളൂ. ക്ലാസ്സിൽ നിറഞ്ഞത് പാഠപുസ്തകം ഇതുവരെ തുറപ്പിച്ചിട്ടേ ഇല്ലെന്നാണ്. അതെന്താ അങ്ങനെ? മറ്റു കുട്ടികളുടെ പോലും ഹീറോവായി മാറിക്കൊണ്ടിരിക്കുകയാണ് അയാള്. എന്താണ് അവിടെ നടക്കുന്നത് എന്നറിയണം. ഒന്ന് വിളിച്ച് വാഞ്ചിത് വിടുന്നത് നന്നായിരിക്കും. I'll do it, sir. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ടീച്ചിങ്ങിന് ഇന്നെന്തെങ്കിലും പുതിയ മെത്തേഡ് കൊടുക്കാൻ ഉദ്ദേശമുണ്ടോ? ഇനി മിറാക്കിൾ ഞാൻ ആലോചിച്ചു വരികയായിരുന്നു. അതെ, ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ അതേവരെ തന്നെയാ. ടീച്ചിങ് പ്രൊഫഷന് അന്തസ്സുണ്ട്, ലക്ഷ്യമുണ്ട്, രീതിയുണ്ട്. ഇതൊക്കെ മറന്ന് പിള്ളേരെ കൊണ്ട് തലകുത്തി മറിയിച്ചാൽ ഷൈൻ ചെയ്യാൻ പറ്റും ആർക്കും. പിന്നെ ഇതൊന്നും അത്ര വലിയ കാര്യമില്ലാന്ന് സാറിന്റെ ഉള്ളിലെങ്കിലും ഒന്ന് തോന്നിയാ ഉള്ളിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നത് അതല്ല, ഇന്ന് എങ്ങനെ ഷൈൻ ചെയ്യാൻ പറ്റുമെന്നാണ്. മേശപ്പുറത്ത് കയറി പഠിപ്പിച്ചു നോക്ക്. ചിലപ്പോ പിള്ളേർക്ക് ഇഷ്ടപ്പെടും. മേശപ്പുറത്ത് കയറി. ഗുഡ് ഐഡിയ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇങ്ങനെ പോയാൽ അധികാലം ഉണ്ടാവില്ല അല്ലേ? ഞാൻ എന്തിനാണ് ഇതിന്റെ പുറത്ത് കയറി നിൽക്കുന്നത്? കൂടുതൽ പൊക്കം തോന്നാൻ അല്ല, ജീവിതത്തെ പല പല ആംഗിളിലൂടെ പല പല വീക്ഷണകോണുകളിലൂടെ കണ്ടുപഠിക്കണമെന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ. കമോൺ, എല്ലാരും ഡെസ്കിന്റെ മുകളിൽ കയറ. കമോൺ ഐ സേ. ഇപ്പോ നിങ്ങൾ എന്നെ കാണുന്നത്, നിങ്ങളുടെ ടീച്ചറെ കാണുന്നത് ഒരു വ്യത്യസ്ത വീക്ഷണകോണിലൂടെയാണ്. റൈറ്റ്? ഇത് നിങ്ങൾക്കൊരു പുതിയ അനുഭവമായിരിക്കും. നിങ്ങൾക്കൊരു സബ്ജക്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ സ്പോർട്സിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു ഗാനത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന് പൂർണ്ണ ബോധ്യമുള്ളപ്പോൾ പോലും അതിനെ വേറൊരു വീക്ഷണകോണിലൂടെ നോക്കിക്കാണണം. ഓക്കെ, കമാൺ. നിങ്ങളുടെ അച്ഛനോ അമ്മയോ നിങ്ങളെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, സപ്പോസ് ഒന്ന് വഴക്ക് പറഞ്ഞാൽ, അത് നിങ്ങൾ നിങ്ങളുടെ മാത്രം ആംഗിളിൽ കാണാൻ ശ്രമിക്കരുത്. അവരുടെ ആംഗിളിലോ അത് കാണണം. ഇപ്പോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനുമായിട്ടൊന്ന് പിണങ്ങിയാൽ, അല്ലെങ്കിൽ ഒന്ന് വഴക്കിട്ടാൽ, ആ വഴക്ക് നിങ്ങൾ നിങ്ങളുടെ മാത്രം ആംഗിളിൽ കാണാൻ ശ്രമിക്കരുത്. ആ കൂട്ടുകാരന്റെ ആംഗിളിലും കാണണം, മറ്റു കുട്ടികളുടെ ആംഗിളിലും കാണണം. അങ്ങനെ ജീവിതത്തെ പല പല വീക്ഷണകോണുകളിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമ്പോൾ യു വിൽ ബിക്കം ഫ്രീ തിങ്കേഴ്സ്, സ്വതന്ത്ര ചിന്തകർ, ആൻഡ് യു വിൽ മേക്ക് യുവർ ലൈഫ് ഗുഡ്. ഇനി നിങ്ങൾ നിങ്ങളുടെ പാഠപുസ്തകം തുറക്കുക. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാഠം എടുക്കുക. എന്നിട്ട് അത് മനസ്സിരുത്തി വായിക്കുക. എന്ത് വായിക്കുമ്പോഴും എഴുത്തുകാരൻ എന്തുദ്ദേശിക്കുന്നു, എന്ത് ചിന്തിക്കുന്നു എന്നാണ് എല്ലാവരും നോക്കാറ്. പോകാൻ പറ. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു എന്നതാണ് പ്രധാനം. ശ്രദ്ധിച്ച് വായിച്ചിട്ട് അതിനെക്കുറിച്ചൊരു ഉപന്യാസം, എസ്സേ തയ്യാറാക്കുക. എന്നിട്ട് ലൈബ്രറിയിലേക്ക് വരിക. ഞാൻ അവിടെ ഉണ്ടാവും. വൈസ് പ്രിൻസിപ്പൽ കാണണമെന്ന് പറഞ്ഞു ഉടനെ. അയ്യോ, ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് വരാം.